Hello, happiness listener. Welcome to another episode of Spiritual Talk, Family Talk, and Wisdom Talk. So I'm so grateful to share this topic with you. ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്യാൻ എനിക്ക് ഇന്ന് കഴിഞ്ഞതില്ല. ഈ ഒരു ആശയം എനിക്ക് പെട്ടെന്ന് വന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഒരുപാട് സ്പിരിച്വൽ ടോപ്പിക്സ് ചെയ്തിരുന്നു. അപ്പം ഇതെന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്ക്, അതായത് ഗുഡ് കർമ്മ ആൻഡ് ബാഡ് കർമ്മ, അതായത് നമ്മുടെ പുണ്യപ്രവർത്തികളും അതുപോലെ നമ്മുടെ പാപങ്ങളും, ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം പതിവ് പോലെ എല്ലാവരും ഞാൻ ഈ എപ്പിസോഡിലോട്ട് വെൽക്കം ചെയ്യുന്നു. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നു. എന്താണ് ഒരു കർമ്മ എന്ന് പറയുന്നത്? നമ്മുടെ പ്രവൃത്തി, അത് എല്ലാ കാര്യങ്ങളായാലും മറ്റുള്ളവർക്ക് ഉപദ്രവുന്ന രീതിയിലാണെങ്കിലും അത് നാം അനുഭവിച്ചേ തീരൂ എന്നുള്ളതാണ് ഇതിൻ്റെ ചുരുക്കത്തിൽ പറയുന്നത്. കാരണം വെച്ചാൽ ഈ നമ്മുടെ കർമ്മയെക്കുറിച്ച് നമ്മൾ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. നമ്മുടെ ഹിന്ദുയിസത്തിലായാലും അല്ലെങ്കിൽ ബുദ്ധിസത്തിലായാലും ക്രിസ്ത്യാനി പിന്നെ ഇസ്ലാം മതത്തിൽ ഏതൊരു ഗ്രന്ഥത്തിലും ഇത് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവമായ ഒരു കാര്യം. എങ്കിൽ ഇനി നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് കണ്ട ശേഷം നിങ്ങൾക്കത് ഒരു എന്താ പറയാ, നിങ്ങളുടെ മനസ്സിന് അത് മാറി. ഓക്കെ, ഇനി പറയാൻ പോകുന്നത് എന്താണ് ഗുഡ് കർമ്മ എന്ന് പറയുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ, പോസിറ്റീവായ പല കാര്യങ്ങൾ, അതിൽ ഉൾപ്പെട്ട ഒരു കാര്യമാണ് നാം നമ്മളോട് സഹായം ചോദിക്കുന്നവരെ സഹായിക്കുക, എല്ലാവരോടും ദയ, കരുണ, ജനറോസിറ്റി എല്ലാം പ്രകടിപ്പിക്കുക, ആരോടും ദേഷ്യപ്പെടാതിരിക്കുക, അനുഗ്രഹങ്ങൾ ചൊരിയുക. അപ്പം നമ്മുടെ ഒരാൾ ടൈം പാസ്സായി പോകുന്നുണ്ട്, ചിലപ്പം അയാൾ നല്ല രീതിയിൽ പ്രവർത്തിക്കില്ലായിരിക്കും, അയാളുടെ സ്വഭാവം ചിലപ്പോൾ കുറച്ച് നെഗറ്റീവ് രീതിയിലായിരിക്കും. അപ്പോഴും നാം നമ്മുടെ മനസ്സിൽ അറിയാതെ ഉള്ളിൽ നമ്മളൊരു നെഗറ്റീവ് വരും. അപ്പം അതവിടെ നമ്മുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു പാപമാണ്. അപ്പം ഇവിടെ എന്താ ചെയ്യേണ്ടത്? നാം ആ ഒരു ചിന്ത മാറ്റി നമ്മൾ പറയാം, ഭഗവാനെ, ആ ഒരു വ്യക്തിയെ നല്ല മനുഷ്യനാക്കി തീർക്കുന്നു. ഏത് ദുഃഖത്തിലാണോ, ദുഃഖം ഞാൻ പറയില്ല, ഏത് ബ്ലെസ്സിങ്ങിലാണോ അദ്ദേഹം കടന്നു വരുന്നത്, അവർക്ക് അതൊക്കെ മാറി അവർ അനുഗ്രഹിക്കുന്നു. നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധി കടന്നു വരികയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ഔട്ട്കം എന്ന് പറയുന്നത്. ഇനി പുണ്യപ്രവർത്തികൾ എന്ന് പറയുന്നത് നമ്മൾ മാപ്പ് കൊടുക്കുക, അതുപോലെ നമ്മൾ അനാഥാലയ കുട്ടികൾക്ക് അല്ലെങ്കിൽ അനാഥാലയ വൃദ്ധസദനത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്നത് ആരായാലും നമ്മുടെ മനസ്സറിഞ്ഞതോടുകൂടിയുള്ള ആ ഒരു സ്നേഹത്തിലൂടെയുള്ള ആ ഒരു നമ്മൾ
വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു ധനസഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ രീതിയിലോ എല്ലാം കൊടുക്കുമ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ്. നമ്മൾ എത്രത്തോളം ലൈഫിൽ പുണ്യപ്രവർത്തി ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫ് സുരക്ഷിതമായിരിക്കും. അതുപോലെ തന്നെ നാം എന്നൊക്കെ നമ്മുടെ ലൈഫിൽ പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു അത് ഈശ്വരന് തുല്യമാണ്. നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്യുന്നുണ്ടോ എല്ലാം നമ്മുടെ ഈ പ്രപഞ്ചം, യൂണിവേഴ്സ് കാണുന്നുണ്ട്. അപ്പം നല്ല പ്രവർത്തികൾ ചെയ്താൽ അതിൻ്റെതായ ഗുണങ്ങൾ എടുക്കും. അപ്പം നിങ്ങൾ പലരും പല സ്ഥലത്തും കേൾക്കുമായിരിക്കും, ഒരാൾക്ക് പെട്ടെന്ന് ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് അയാൾക്ക് സാമ്പത്തിക സമൃദ്ധി ഉണ്ടായി എന്നുള്ള കുറേ കാര്യങ്ങൾ കേട്ടുമായിരിക്കും. ഓക്കെ, അപ്പം അതിനർത്ഥം എന്താണ്? അയാൾ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അയാളെ തിരിച്ചൊന്നും പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മൾ ഒരാളെ സഹായിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ ആ ഒരു സ്നേഹം മാത്രം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ പുണ്യപ്രവർത്തി ഈശ്വരൻ ആ വെളിച്ചം കാണാതിരിക്കില്ല. അതിൻ്റെതായ ഗുണങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും കിട്ടുക. ഇതിൻ്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളിപ്പം വളരെ വല്ലാത്തൊരു ഘട്ടത്തിൽ പോവുകയാണ്, വല്ലാത്തൊരു ബ്ലെസ്സിങ്സിൽ പോവുകയാണ്. അപ്പം നിങ്ങൾക്ക് ആശ്രയിക്കാനോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട ആ എക്സാക്റ്റ് സപ്പോർട്ട് ഒരു കാര്യത്തിലും പരിചയമില്ലാത്ത ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മടിക്കുകയാണെങ്കിലും പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ടാവും, ഇത് ഞാൻ അയച്ച വ്യക്തിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വര സാന്നിധ്യം, ഞാനിത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ സപ്പോർട്ട് നിറകൈകളോടുകൂടി സ്വീകരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത ആ പുണ്യപ്രവർത്തിയാണ് നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്ത ആ ഒരു വ്യക്തി നിങ്ങൾ പരിചയം പോലുമില്ല. അപ്പം ആ ഒരു വ്യക്തി അയച്ചത് അതിഥ്യ വിളിച്ചാണ്, ഈശ്വരനാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു സ്വാർത്ഥതയും കൂടാതെ സന്തോഷത്തോടുകൂടി കരുണയോടുകൂടി ആ ഒരു രീതിയിൽ നിങ്ങൾ ആരെയും സഹായിക്കുകയാണെങ്കിൽ ഒരുപാട് ബ്ലെസ്സിങ്സ് വരും. നിങ്ങൾക്കൊരു കാര്യം, നമ്മുടെ എല്ലാം ഈശ്വരൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പം ഭഗവാന്റെ ഒരുപാട് ബ്ലെസ്സിങ്സുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. അതാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ്. ഇനി ബാഡ് കർമ്മയെ കുറിച്ച് പറയും. അപ്പോൾ ബാഡ് കർമ്മ എന്ന് പറയുന്നത് പാപങ്ങൾ. ഇതിപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നില്ല, നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ചെയ്യുന്നതല്ല. പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി നിങ്ങളത് മാറ്റുമെന്നുള്ള എല്ലാ പ്രതീക്ഷയും എനിക്കുണ്ട്. കാരണം ഞാൻ അത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ കാണുന്നതൊക്കെ എന്നുള്ള എനിക്കത് ഉള്ളിൽ അറിയാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങളും ട്രാൻസ്ഫോർമേഷനും എന്തായാലും സംഭവിക്കട്ടെ എന്ന് ആദ്യമായിട്ട് ബ്ലെസ് ചെയ്യുന്നു. അപ്പം പറഞ്ഞു തുടങ്ങാം. ബാഡ് കർമ്മ അല്ലെങ്കിൽ പാപങ്ങൾ, ദേഷ്യം, വെറുപ്പ്, അസൂയ, വേണ്ടാത്ത ചിന്തകൾ, കള്ളത്തരം കാണിക്കുക, ചതി, വഞ്ചന, ഇതൊക്കെയാണ്
പാപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്തൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിനൊക്കെ നമുക്കൊരു കാർമിക് ഡെപ്ത് എന്ന് പറയും. ഇതൊരു ഒരു കടങ്ങള് നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ടി വരും. ആ കടങ്ങൾ എങ്ങനെയാണ് നമുക്കത് നമ്മൾ വീട്ടേണ്ടത്? നമ്മളുടെ അസുഖത്തിലൂടെ, അല്ലെങ്കിൽ നമ്മളുടെ മണി ബ്ലെസ്സിങ്സിലൂടെ, അല്ലെങ്കിൽ വേറൊരാള് ആ സെയിം ചതി നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നതിലൂടെ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്കത് വരിക. അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ പ്രപഞ്ചം, യൂണിവേഴ്സ് ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാർത്ഥത, അതും പാപമാണ്. മറ്റുള്ളവരെ സഹായിക്കാതിരിക്കുക, കംപ്ലൈന്റ് പറയുക, കമന്റ്സ് അടിക്കുക, താഴ്ത്തിക്കെട്ടുക, ഡിസ്റെസ്പെക്ട്, ഇതൊക്കെ പാപത്തിന് ഈക്വലാണ്. ഇതൊക്കെ കാർമിക് ഡെപ്ത് അല്ലെങ്കിൽ ബാഡ് കർമ്മ ഇതിൽ പെടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞല്ല, ഇത് പൊതുവായ ഒരു സ്പിരിച്വൽ ലോയാണ്. അപ്പം ഇതിന് ഇത് കേട്ട ശേഷം ഭയങ്കര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കിത് റിസോൾവ് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ല കഴിയും. അത് ഞാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു ചെറിയ കുഞ്ഞു സർപ്രൈസ് പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എക്സാക്ട്ലി നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇനി ഞാൻ പറയുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരുടെയെങ്കിലും മനസ്സ്, ശരീരമോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയാം. അത് അവരോട് നേരിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മനസ്സോടുകൂടി അവരുടെ മുഖം ഓർത്ത് വെച്ച് പറയണം. അതിൻ്റെ ഒരു പ്രയർ ഞാൻ ഇതിൻ്റെ വീടിൻ്റെ താഴെ വെച്ച് ഇടുന്നതാണ്. അത് ഡെയിലി പറയണം. പക്ഷെ പറയുന്ന സമയത്ത് നിങ്ങൾ അവരുടെ മുഖം ഓർത്ത് വേണം പറയാൻ. ഇത് ഒരു 21 days ചെയ്യാം. ഈ 21 days എന്ന് പറയാൻ കാരണം നമ്മുടെ ലൈഫിൽ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുന്നത് 21 daysലാണ്. നിങ്ങൾ 21 days ചെയ്താൽ പിന്നെ നിങ്ങൾക്കത് മറക്കാതെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെതായ അബൻഡൻസ് അല്ലെങ്കിൽ സമ്പൽ സമൃദ്ധി നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തുള്ള ഒരു ചാരിറ്റബിൾ പ്രവർത്തനം നമ്മൾ കഴിയുന്ന രീതിയിൽ ആഹാരമായോ അല്ലെങ്കിൽ പണമായോ അവരെ മനസ്സറിഞ്ഞ് സഹായിക്കുക. നിങ്ങളെ സഹായിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്നേഹം ആ കുഞ്ഞു മക്കൾക്ക് കിട്ടണം. അങ്ങനെ സഹായിക്കുമ്പോഴാണ് അത് ചാരിറ്റബിൾ എന്ന് പറയുന്നത്. പിന്നീടുള്ളത് ലൈഫിൽ ആരോടും ഒന്നിനു പോലും സ്വാർത്ഥത കാണിക്കാൻ പാടില്ല, അത്യാഗ്രഹം പാടില്ല. കാരണം ഇതൊക്കെ ചെയ്യുമ്പോൾ അത് നിങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ മറന്നു വെച്ച് മനസ്സറിഞ്ഞ് സ്നേഹിക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ലൈഫിൽ ഏറ്റവും ഹൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാത്ത ഒരു വികാരമാണ് സ്നേഹം, ലവ്. നമ്മൾ എത്രത്തോളം ആളുകളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു അത്രത്തോളം സമ്പൽ സമൃദ്ധി അല്ലെങ്കിൽ അബണ്ടൻസ് ആണ് നമ്മുടെ ലൈഫിൽ വരും. ഈ ഒരു തത്വം അല്ലെങ്കിൽ ഈ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു വാസ്തവം പലവർക്കും അറിയില്ല. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ
ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. പിന്നെ കഴിയുന്ന വിധം നിങ്ങൾ ഒരുപാട് രീതിയിൽ സഹായിക്കുക. ഇപ്പം നിങ്ങളിപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് വരുന്നൊരു എക്സാമ്പിളാണ് നമ്മുടെ ആക്ടർ ടൊവിനോ തോമസ്. അദ്ദേഹം വലിയ ആക്ടർ ആണെങ്കിലും അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം മനസ്സറിഞ്ഞ് സഹായിക്കുന്ന നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം ഒരു കൊച്ചു മനുഷ്യനാണ്. അദ്ദേഹം ഹൃദയം കൊണ്ടാണ് ആ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഭക്ഷണം പാക്ക് ചെയ്യുന്നു, അതാത് സ്ഥലത്ത് എത്തിക്കുന്നു, അതൊക്കെ അദ്ദേഹം മനസ്സറിഞ്ഞ് ചെയ്യുന്നു. അതാണ് സെൽഫ് ലവ്. നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സ്നേഹം ഈ ഒരു രീതിയിൽ ജീവിക്കാൻ കഴിയും. നിങ്ങൾ ഏത് ലൈഫിൽ പോകുന്നതാവട്ടെ, പക്ഷേ ഇനി ആ സ്റ്റോറി മാറ്റി എഴുതാനുള്ള സമയമാണ്. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അത് മാറ്റി എഴുതുന്നുള്ള എല്ലാ ഉറപ്പും എനിക്കുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ സ്പിരിച്വൽ ടോക്ക് ഏവർക്കും ഇഷ്ടമായി, അല്ലെങ്കിൽ ഇതൊരു ഐ ഓപ്പണിംഗ് ടോക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇനി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു നമ്മുടെ ആ ചലഞ്ചിനെ കുറിച്ച്, വാട്സപ്പ് ചലഞ്ച്. ഞാൻ ഓൾറെഡി ആ വാട്സപ്പ് ചലഞ്ചിൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരും അതിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇച്ചിരി വിഷമം ഉണ്ടാക്കി. പക്ഷെ എനിക്കത് ഞാൻ പിന്നീട് ആലോചിച്ചപ്പം എനിക്ക് ഒരുപാട് മനസ്സിലായി. അതിൻ്റെ പ്രൊസീജിയർ അറിയാത്ത ഒരുപാട് പേരുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഒന്നും കൂടി ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളെല്ലാവരും ഒത്തിരി ഇഷ്ടമാണ്. കാരണം എത്രയോ ആൾക്കാരാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും കാണുന്നത്. അപ്പം അതിനെല്ലാം നന്ദി ഞാൻ മുമ്പിൽ പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് നിങ്ങൾ ചെയ്യണം. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്, അതുപോലെ എന്തൊക്കെ നിങ്ങളിൽ മാറ്റം സംഭവിച്ചു, എന്തൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയുന്നത് നിങ്ങളുടെ ഓരോ കമൻസിലൂടെയാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഷെയറിങ്. നിങ്ങളുടെ ഒരു ഷെയർ നാളത്തെ ഒരു വ്യക്തിയുടെ ചേഞ്ചസ് ആണ്. അപ്പം അതും ഓർക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. Stay blessed, stay happy, stay healthy. Thank you all.